ഒരുപാട് നേതാക്കളെ വളർത്തിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഇപ്പോഴത്തെ ജൂനിയേഴ്സ് ആണെങ്കിലും കുറച്ച് സീനിയർ ലെവലിലുള്ളവരാണെങ്കിലും ഒക്കെ ഇന്നും നമ്മുടെ കുടുംബത്തോടും നമ്മുടെ കുടുംബത്തിലെ ഓരോ അംഗങ്ങളോടും അതേ സ്നേഹവും ബന്ധവും എല്ലാം എല്ലാവരും പുലർത്താറുണ്ട്. ഞങ്ങളെ കുടുംബത്തിൽ വീട്ടിൽ രാഷ്ട്രീയം ഡിസ്കസ് ചെയ്യാറില്ല. അത് എത്ര കൊടിയ പ്രശ്നം ഉണ്ടായിരുന്നപ്പോഴും അങ്ങനെ രാഷ്ട്രീയം നമ്മുടെ വീട്ടിലെ ഡിസ്കഷൻ്റെ ഭാഗമായിരുന്നില്ല. ഈ താഴ്മയായിരിക്കാം അപ്പയെ ജനങ്ങളുടെ ഹൃദയത്തിൽ കയറ്റിയ ഏറ്റവും വലിയൊരു ഫാക്ടർ. അതുകൊണ്ട് തന്നെയാണ് അവരുടെ ഒരു സങ്കടം കാണുമ്പോൾ അപ്പയ്ക്ക് ആ സങ്കടം അതുപോലെ മനസ്സിലാക്കാൻ സാധിച്ചത്. എനിക്ക് ഇപ്പം ഈ പാതയിൽ പോകാനാണ് ഞാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. മറ്റൊരു ചിന്ത ഇപ്പോൾ എൻ്റെ മനസ്സിലില്ല. നിരവധി നേതാക്കന്മാരെ ഉമ്മൻചാണ്ടി സാർ വളർത്തിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഇവരൊക്കെ ഉമ്മൻചാണ്ടി സാറിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നോ? ഒരുപാട് നേതാക്കളെ വളർത്തിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഇപ്പോഴത്തെ ജൂനിയേഴ്സ് ആണെങ്കിലും കുറച്ച് സീനിയർ ലെവലിലുള്ളവരാണെങ്കിലും ഒക്കെ വളർത്തിക്കൊണ്ട് വന്നിട്ടുണ്ട്. എല്ലാവരും അവരവരുടേതായ ശൈലി, എല്ലാവർക്കും ഓരോ ശൈലി ഉണ്ടല്ലോ, അവരവരുടേതായ ശൈലിയിൽ സക്സസ്ഫുള്ളായിട്ടും നല്ല രീതിയിലും പ്രവർത്തനം ചെയ്തു വരുന്നു. ഞാൻ മനസ്സിലാക്കിയിടത്തോളം അവരിന്നും അവരുടെ അപ്പ മരിക്കുന്നിടത്തോളം കാലം എന്നും അപ്പയോട് സ്നേഹവും റെസ്പെക്റ്റും പുലർത്തിയിരുന്നു. ഇന്നും നമ്മുടെ കുടുംബത്തോടും നമ്മുടെ കുടുംബത്തിലെ ഓരോ അംഗങ്ങളോടും അതേ സ്നേഹവും ബന്ധവും എല്ലാം എല്ലാവരും പുലർത്താറുണ്ട്. ഉമ്മൻചാണ്ടി സാറിനെ സംബന്ധിച്ച് അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്ന സമയത്തും പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുന്ന സമയത്തും ഒക്കെ അദ്ദേഹത്തിന് പാർട്ടിയായിരുന്നു വലുത്. അപ്പോൾ മക്കൾ എന്നുള്ള രീതിയിൽ ആരെങ്കിലും വന്ന് എന്തെങ്കിലും ഒരു സഹായമൊക്കെ ചോദിക്കും, ഞങ്ങൾക്ക് ഇതൊന്നും ചെയ്തു തരാമോ എന്നൊക്കെ ചോദിക്കാറ് പതിവ് സ്വാഭാവികമാണത്. അങ്ങനെ ആർക്കെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ ചെയ്തിട്ടുണ്ടോ? അപ്പ ഞങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ പൂർണ്ണമായ ഫ്രീഡം തന്നിട്ടുണ്ട്. മക്കൾക്കും ഭാര്യയ്ക്കും എല്ലാവർക്കും ഒരു ഇൻഡിവിജ്വലിനെ അപ്പ അങ്ങനെ റെസ്ട്രിക്റ്റ് ചെയ്യുന്ന കൂട്ടത്തിലല്ല. അപ്പം നമുക്ക് നമ്മുടെ കരിയർ എടുക്കാനുള്ള ഫ്രീഡം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ആർക്കെങ്കിലും രാഷ്ട്രീയത്തിൽ വരണമെങ്കിൽ അപ്പയുടെ കയ്യിൽ നിന്ന് കൂടുതൽ സഹായമൊന്നും പ്രതീക്ഷിക്കേണ്ട. ആർക്കെങ്കിലും വരണമെങ്കിൽ വരാം. ചാണ്ടി രാഷ്ട്രീയമാണ് തിരഞ്ഞെടുത്തത്. ചാണ്ടി അതിൽ എക്സൽ ചെയ്ത് ഇന്ന് MLA ആയിട്ട് അപ്പയ്ക്ക് കിട്ടുന്ന അതേ സ്നേഹം ലഭിച്ചു നിൽക്കുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ ഞങ്ങളെ കുടുംബത്തിൽ വീട്ടിൽ രാഷ്ട്രീയം ഡിസ്കസ് ചെയ്യാറില്ല. അത് എത്ര കൊടിയ പ്രശ്നം ഉണ്ടായിരുന്നപ്പോഴും അങ്ങനെ രാഷ്ട്രീയം നമ്മുടെ വീട്ടിലെ ഡിസ്കഷൻ്റെ ഭാഗമായിരുന്നില്ല. നമുക്ക് അതുകൊണ്ട് തന്നെ ഞാനൊന്നും ഒരിക്കലും ഒരു രാഷ്ട്രീയ റെക്കമെൻഡേഷൻ, ഇപ്പം ഞാൻ പറയാം സ്കൂൾ അഡ്മിഷൻ, കോളേജ് അഡ്മിഷൻ, ജോലി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പറയുമ്പോൾ അപ്പ ബിക്കോസ് എല്ലാവരും സഹായിക്കുന്നതല്ലേ, അതുപോലെ ചെയ്യും. അല്ലാതെ രാഷ്ട്രീയപരമായ ഒരു റെക്കമെൻഡേഷൻസോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല. ഈ ഉമ്മൻചാണ്ടി സാറിനെതിരെ ഉയർന്നു വന്നിട്ടുള്ള പല വിവാദങ്ങളും അനാവശ്യമായിരുന്നു എന്നുള്ളത് പിന്നീട് തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഈ വിവാദങ്ങൾ അദ്ദേഹത്തെ വേദനിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. അപ്പോൾ ഇത് മക്കൾ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് അത് വലിയ ഒരു വിഷമം ഉണ്ടാക്കിയിരുന്നോ? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അപ്പോൾ ഒരിക്കലും രാഷ്ട്രീയം വീട്ടിൽ കൊണ്ടുവന്നിട്ടില്ല. ഒരിക്കലും നമുക്ക് ഡിസ്കഷനുമായിരുന്നില്ല. അപ്പോൾ എസ്പെഷ്യലി മക്കളുടെ കാര്യത്തിൽ വളരെ കെയർഫുൾ ആയിരുന്നു. അപ്പം പിന്നെ ഈ പറഞ്ഞ പോലെ ഞാനൊക്കെ ഇങ്ങനത്തെ സംഭവങ്ങൾ ആദ്യം കേൾക്കുമ്പം അപ്പയെപ്പറ്റി ആളുകൾക്കറിയാം, അപ്പം അതാരും വിശ്വസിക്കത്തില്ല എന്നുള്ളതായിരുന്നു എൻ്റെ ഫസ്റ്റ് തോട്ട്. അപ്പം പക്ഷേ ഒരു ഭയങ്കര ഒരു തിരമാല പോലെയായിരുന്നു പ്രശ്നങ്ങൾ വന്നത്. അപ്പയുടെ മനസ്സിൽ അപ്പ എന്നോട് പറഞ്ഞു തന്നിട്ട് നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ആരെയും ഭയപ്പെടേണ്ട കാര്യമില്ല. അപ്പോൾ അത് തന്നെയായിരുന്നായിരിക്കാം അപ്പയുടെ ഉറച്ച വിശ്വാസവും. പിന്നെ അതുപോലെ അപ്പ ഭയങ്കര തികഞ്ഞ ദൈവവിശ്വാസിയാണ്, ദൈവഭയമുള്ള വ്യക്തിയുമാണ്. അപ്പോൾ അതൊക്കെ ആയിരിക്കും അപ്പയെ നയിച്ചത്. അപ്പ അത്രയും സ്ട്രോങ് ആയിട്ട് നിന്നതുകൊണ്ട് തന്നെ അത് നമ്മളെ ഒരിക്കലും അഫക്റ്റ് ചെയ്തിരുന്നില്ല. അപ്പയെ അത് അഫക്റ്റ് ചെയ്യാൻ സമ്മതിച്ചിരുന്നില്ല. പക്ഷേ അത് അപ്പയുടെ മനസ്സിന് ദുഃഖമുണ്ടാക്കി എന്ന് മനസ്സിലായൊരു സംഭവം ഈ നേരത്തെ പറഞ്ഞ പോലെ ബാംഗ്ലൂരിൽ നമ്മൾ ചികിത്സയിലായിരുന്ന സമയത്ത് ഈ 4 മാസത്തിൽ അപ്പം രാവിലെ ഞങ്ങൾ നടന്നു വന്ന് ഫ്രണ്ടിൽ ഹാളിൽ വന്നിരുന്ന അപ്പോൾ പത്രം വായിക്കും. അപ്പം ഒരു ദിവസം ഇങ്ങനെ പത്രം വായിച്ചപ്പോൾ അപ്പ സംസാരിക്കാൻ വയ്യ. പത്രം വായിച്ചപ്പോൾ അപ്പയുടെ ഈ സോളാർ കേസിൻ്റെ എന്തോ വിധി ഇങ്ങനെ വന്നത്, അതിൻ്റെ അപ്പയെ വിമുക്തനാക്കിയത് എന്തോ അങ്ങനെ ഒരു ഇത് മനോരമയിൽ വന്നിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ ഫ്രണ്ട് ഇരിക്കുമ്പോൾ ഇങ്ങനെ വിളിച്ചു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, എന്നെ ഇങ്ങനെ വിളിച്ചിട്ട് ആ വര ഇങ്ങനെ പിടിച്ച് ഇത് പത്രം ഇരിക്കുക അതിങ്ങനെ കാണിച്ചു ഇതപ്പം. അപ്പോൾ ആ മനസ്സിലെ ആ ഒരു സന്തോഷമായിരിക്കാം അപ്പോൾ കാണിച്ചത്. അതിൽ നിന്നുള്ള ഒരു കോടതി നമ്മളെ വെറുതെ വിട്ടല്ലോ, അപ്പോൾ ആ ഒരു സന്തോഷമായിരിക്കും അവിടെ ഷെയർ ചെയ്തത്. വളരെ സാധാരണക്കാരനായിട്ട് പുതുപ്പള്ളി പള്ളിയുടെ വാതിൽപ്പടിയിലൊക്കെ ഇരുന്ന് കുർബാന കാണുന്ന ഉമ്മൻചാണ്ടി സാറിനെ ഒക്കെ നമ്മൾ എല്ലാവരും കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ വരുന്ന വിവാദങ്ങളൊക്കെ ഒരു മക്കൾ എന്നുള്ള രീതിയിൽ നിങ്ങൾക്കൊരു വേദന ഉണ്ടാക്കിയിട്ടില്ലേ? ഇല്ല, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞങ്ങളിലേക്ക് അത് അടിക്കാൻ അപ്പ സമ്മതിച്ചിരുന്നില്ല അപ്പയുടെ ഇതിൽ. പിന്നെ പബ്ലിക്കിൽ പോകുമ്പം അതുകൊണ്ട് ഒരു സത്യം പറഞ്ഞാൽ എനിക്കൊന്നൊരു പിന്നെ ന്യൂസ് കാണുമല്ലേ, ചാനലിൽ കാണുമ്പോൾ നമുക്കൊരു ദുഃഖം തോന്നും.
പക്ഷേ ഈ പറഞ്ഞ പോലെ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള ഉറച്ച വിശ്വാസം, അത് നമ്മൾ എന്തെങ്കിലും അത് ജയിച്ചു വരും എന്നുള്ള ഉറച്ച വിശ്വാസം, ദൈവവിശ്വാസം, ഇതൊക്കെ ആയിരിക്കാം നമ്മളെ ശക്തിയായിട്ട് നിർത്തിയത്. അതുകൊണ്ട് തന്നെ നമ്മളെ ഇന്ന് സ്ട്രോങ് ആക്കി നിർത്തി നമുക്കതിൽ മുമ്പോട്ട് പോകാൻ സാധിക്കുന്നു. ഉമ്മൻചാണ്ടി സാർ എല്ലാവരെയും മക്കളെല്ലാവരെയും ഇൻഡിവിജ്വലായിട്ട് തന്നെ അവർക്ക് രാഷ്ട്രീയത്തിൽ വരണമെങ്കിൽ വരാം, പ്രവർത്തിക്കാം എന്നൊക്കെ അനുവാദം നൽകിയിരുന്നു. ഈ തെരഞ്ഞെടുപ്പ് വരാൻ വേണ്ടി പോവുകയാണ്. ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ ഏപ്രിൽ മാസത്തിൽ നടക്കാൻ വേണ്ടി പോവുകയാണ്. ഈ സമയത്ത് 2 നിയോജക മണ്ഡലങ്ങളിൽ പ്രധാനമായിട്ടും പേര് പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഒന്ന് നമ്മുടെ ആറന്മുളയിലാണ്, പിന്നെ മറ്റൊന്ന് തിരുവമ്പാടിയിലാണ്. ഇത് പല ആളുകളും, എനിക്ക് തോന്നുന്നു പല സ്ഥലങ്ങളും, പല വാർത്താ മാധ്യമങ്ങളും ഒപ്പം തന്നെ അവിടുത്തെ ജനങ്ങളും ആഗ്രഹിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നു. എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? ഞാൻ പറഞ്ഞില്ല, ഞാനിപ്പം എൻ്റെ ഒരു സെറ്റ് ഓഫ് കാര്യങ്ങളുണ്ട്. എൻ്റെ ജോലിയും എൻ്റെ കരിയറും ഇപ്പം ഞാൻ ചെയ്യുന്ന എൻ്റെ സാമൂഹിക പ്രവർത്തനവുമൊക്കെ ആയിട്ട് മുമ്പോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത്. അതിൽ തന്നെ പിന്നെ എൻ്റെ മകനൊരു ടെന്നീസ് പ്ലെയറാണ്, ഇപ്പം സ്റ്റേറ്റ് ചാമ്പ്യനാണ്. അപ്പം മകൻ്റെ ഒരു നെക്സ്റ്റ് ലെവൽ ഗ്രോത്തിലേക്കുള്ള കാര്യങ്ങളും ശ്രദ്ധിക്കണം. മകനെ അടുത്ത ലെവലിലേക്ക് പോകാനായിട്ടുള്ള എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. അപ്പം ഇതൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് ഇപ്പം ഈ പാതയിൽ പോകാനാണ് ഞാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. മറ്റൊരു ചിന്ത ഇപ്പോൾ എൻ്റെ മനസ്സിലില്ല. കാരണം UDF സംബന്ധിച്ചൊരു ഡു ഓർ ഡൈ മത്സരമാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ആവശ്യം UDF ഭാഗത്തുനിന്ന്, കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായാൽ ഉള്ള പ്രതികരണം എന്തായിരിക്കും? ഞാൻ പലയിടത്തും പറഞ്ഞു അതൊരു ഇമാജിനറി സിറ്റുവേഷനാണ്. തൽക്കാലം എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്തയില്ല. ഞാൻ ഈ ഇപ്പോഴുള്ള എൻ്റെ മാർഗങ്ങളുമായിട്ട്, ഇപ്പോഴുള്ള എൻ്റെ കാര്യങ്ങളുമായിട്ട് മുമ്പോട്ട് പോകാനാണ് താല്പര്യപ്പെടുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇറങ്ങുമോ? പ്രചരണത്തിന് എന്തായാലും, പ്രചരണം ഞങ്ങൾ അപ്പം ഉണ്ടായിരുന്ന കാലം തൊട്ട് തന്നെ പോകുമായിരുന്നു. പക്ഷെ അപ്പം ഉണ്ടായിരുന്ന കാലത്ത് ഞാൻ കൂടുതലും പുതുപ്പള്ളിയിലൊക്കെ പോയിട്ടുള്ളൂ. പക്ഷേ അപ്പയുടെ മരണശേഷം എല്ലായിടത്തും വിളിക്കാറുണ്ട്. പാർലമെൻറ്റിലൊക്കെ ഒരുപാട് സ്ഥലത്ത് പോയായിരുന്നു. പാർലമെൻറ്റ് ഇലക്ഷൻ സമയത്തൊക്കെ പറ്റാവുന്നിടത്തൊക്കെ എത്തും, വിളിക്കുന്നിടത്തൊക്കെ എത്തും. പ്രചരണത്തിന് എന്തായാലും ഉറപ്പായിട്ടും ഉണ്ടാകും. ചാണ്ടി ഉമ്മൻ ഇപ്പോൾ പുതുപ്പള്ളിയുടെ MLA ആണ്. അപ്പോൾ ഇപ്പോൾ പുതുപ്പള്ളിയുടെ കാര്യവുമായി ബന്ധപ്പെട്ട് ചാണ്ടിയുമായിട്ടൊക്കെ എന്തെങ്കിലും രാഷ്ട്രീയ ചർച്ചകളൊക്കെ നടത്താറുണ്ടോ? ഈ അപ്പയുടെ കാര്യം പറഞ്ഞ പോലെ നമ്മൾ വീട്ടിൽ അങ്ങനെ രാഷ്ട്രീയ ചർച്ചകളില്ല. പക്ഷെ എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ പറയാറുണ്ട്. അത് സജഷൻസ് പറയും എന്നതിൽ കവിഞ്ഞ് നമ്മൾ രാഷ്ട്രീയ ചർച്ചകൾ അങ്ങനെ ചെയ്യാറില്ല. വീട്ടിൽ പൊതുവെ അങ്ങനെ രാഷ്ട്രീയ സംസാരമില്ല. ചാണ്ടി ഉമ്മൻ അടുത്ത പ്രാവശ്യം വീണ്ടും പുതുപ്പള്ളിയിൽ തന്നെ മത്സരിക്കും. അപ്പോൾ പ്രചരണത്തിന് ചുക്കാൻ പിടിക്കാനായിട്ട് അവിടെ ഉണ്ടാവുമോ? എന്തായാലും പുതുപ്പള്ളിയിൽ അപ്പ ഉണ്ടായിരുന്നപ്പോൾ ചെയ്തതുപോലെ ചാണ്ടിക്ക് വേണ്ടി എന്തായാലും നമ്മൾ രണ്ടുപേരും കാണും. അച്ഛനും കാണും, ഞാനും കാണും. പിന്നെ ബാക്കി വേറെ സ്ഥലത്ത് വിളിക്കുന്ന അനുസരിച്ച് പോകും. പുതുപ്പള്ളിയിൽ എന്തായാലും കാണും. ഈ ചാണ്ടി ഉമ്മൻ നിലമ്പൂരൊക്കെ പോയി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ലഭിച്ചിരുന്നൊരു സ്വീകാര്യത സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോലും അതിശയപ്പെടുത്തി കളഞ്ഞിരുന്നു. കാരണം എത്ര വീടുകളിലാണ് അദ്ദേഹം ഓടിക്കയറിയത്. അതുകൂടാണ്ട് ഓരോ വീടുകളിലും ചെല്ലുമ്പോൾ കിട്ടുന്നൊരു സ്വീകാര്യതയുണ്ട്. അതേ സ്വീകാര്യത തന്നെ നിങ്ങൾ പല സ്ഥലങ്ങളിലും പൊതുസമൂഹത്തിലൊക്കെ ചെല്ലുന്ന സമയത്ത് കിട്ടാറില്ലേ? അതല്ല ഞാൻ നേരത്തെ യാത്രയുടെ കാര്യം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത്, ആ സ്വീകാര്യതയും ആ സ്നേഹവുമാണ് നമ്മളെ ഓടിക്കുന്നത്. ഒരു വീല് ഓടുന്നത് പോലെ നമുക്ക് ഓടാൻ പറ്റുന്നത് ഞാൻ തന്നെ ആലോചിക്കാറുണ്ട്. ബിക്കോസ് അപ്പോഴാണ് അപ്പ എന്ന വ്യക്തിയെപ്പറ്റി നമുക്ക് കൂടുതൽ മനസ്സിലാവുന്നത്. അപ്പ എന്ത് ചെയ്തിട്ടായിരിക്കും? അപ്പ മരിച്ചിട്ട് 2.5 വർഷം കഴിഞ്ഞു. എന്തായിരിക്കും ആ മനുഷ്യരുടെയൊക്കെ ഹൃദയങ്ങളിൽ നേടിയ സ്ഥാനം. ഒരിക്കലും മറിയാമ്മനെ അല്ലാതെ വിളിക്കേണ്ട. ഇപ്പം ചാണ്ടിയാണെങ്കിൽ രാഷ്ട്രീയത്തിൽ നിന്ന വ്യക്തിയാണ്. ഇവൻ അച്ചുവും കേസുവിലൊക്കെ ഉണ്ടായിരുന്നു. അച്ചു ഉമ്മൻ, ഇപ്പം എൻ്റെ അമ്മ. ഞങ്ങള് ചാണ്ടി മാത്രമേ പബ്ലിക്കിൽ രാഷ്ട്രീയത്തിലുണ്ടായിരുന്നു. ഞങ്ങളെ വീട്ടിലെ ഓരോ അംഗങ്ങളെയും അങ്ങനെ സ്നേഹിക്കണമെങ്കിൽ അപ്പം എന്തായിരിക്കും ഈ ആളുകളുടെ ഹൃദയത്തിൽ നേടിയ സ്ഥാനം? ആ ഹൃദയത്തിൽ നേടിയ സ്ഥാനമാണ് ഇന്ന് ഞങ്ങളുടെ ജീവനും ജീവിതവും ഞങ്ങളെ മുമ്പോട്ട് കൊണ്ടുപോകുന്നതുമെല്ലാം. ഈ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഉമ്മൻചാണ്ടി സാറിനെ ഞാൻ കലൂർ റിന്യൂവൽ സെൻറ്ററിൽ വെച്ചിട്ട് അദ്ദേഹം കാറിൽ വന്നിറങ്ങുന്ന സമയത്ത് ലിഫ്റ്റ് പെട്ടെന്ന് കേടായി പോകുന്നു. അതുവരെ ലിഫ്റ്റ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ്. അത് തീരെ വയ്യാത്തൊരവസ്ഥയാണ്. പക്ഷേ എന്നിട്ടും അദ്ദേഹം ആ യോഗത്തിൽ പങ്കെടുക്കാനായിട്ട് എൻ്റെ കൈ പിടിച്ചിട്ടാണ് മുകളിലേക്ക് കയറിയത്. സത്യം പറഞ്ഞാൽ എന്നെ അത്ഭുതപ്പെടുത്തി കളഞ്ഞു. എന്ന് പറഞ്ഞതുപോലെ അദ്ദേഹം എപ്പോഴും ഒരു എളിമയുടെ വക്താവായിരുന്നു. അത് നമ്മൾ മറ്റു പല നേതാക്കന്മാരുടെ വീടുകളിലൊക്കെ പോകാറുണ്ട്. പക്ഷേ അവിടെയൊക്കെ സെൻട്രലൈസ്ഡ് AC മറ്റൊക്കെ ഉണ്ടാവും. പക്ഷേ ഇവിടെയും ഇപ്പോഴും ആ എളിമ കാത്തു സൂക്ഷിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. എൻ്റെ ഓർമ്മയിൽ ഞാൻ പല ഇൻ്റർവ്യൂവിൽ പറഞ്ഞു, എനിക്ക് ഓർമ്മ ഉള്ള ഫസ്റ്റ് എനിക്കുള്ള ഉപദേശം, മോളെ ആരെയും കൊണ്ട് അഹങ്കാരിയാന്ന് പറയിപ്പിക്കരുത്.
അതൊരിക്കലും അപ്പ ഒരു ഉപദേശമായിട്ട് എനിക്ക് തന്നതല്ല. അപ്പയുടെ ജീവിതത്തിൽ കാണിച്ചു തന്നത്. ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ അപ്പയിൽ നിന്ന് കിട്ടിയ ക്വാളിറ്റിയിൽ ഞാൻ പറഞ്ഞു താഴ്മ. ഈ താഴ്മയായിരിക്കാം അപ്പയെ ജനങ്ങളുടെ ഹൃദയത്തിൽ കയറ്റിയ ഏറ്റവും വലിയൊരു ഫാക്ടർ. ഈ താഴ്മയുള്ളത് കൊണ്ട് തന്നെയാണ് ഒരു വ്യക്തി വന്ന് നിന്ന് സംസാരിക്കുമ്പോൾ, ഒരു അഹങ്കാരമുള്ളൊരു വ്യക്തിയാണെങ്കിൽ ഒരാൾ വന്ന് സംസാരിക്കുമ്പോൾ കേൾക്കാൻ പോലും റെഡിയാകണമെന്നില്ല. ആ താഴ്മ തന്നെയായിരിക്കാം അപ്പയുടെ ഏറ്റവും വലിയ മുഖമുദ്ര ഇന്ന് ജനങ്ങളുടെ ഹൃദയത്തിൽ നേടാൻ അപ്പയെ സഹായിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ജനങ്ങൾക്ക് ചെവി കൊടുത്തത്. അതുകൊണ്ട് തന്നെയാണ് അവരുടെ ഒരു സങ്കടം കാണുമ്പോൾ അപ്പയ്ക്ക് ആ സങ്കടം അതുപോലെ മനസ്സിലാക്കാൻ സാധിച്ചത്. ഞാൻ കണ്ടിട്ടുണ്ട്, അപ്പയുടെ കണ്ണ് നിറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ 1-2 കേസുകളിൽ അവരുടെ കൊച്ചു പിള്ളേരുടെ രോഗാവസ്ഥ, അവരുടെ നിസ്സഹായ അവസ്ഥ, അതുപോലെ അപ്പ കണ്ണ് നിറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം അതൊക്കെ ആ ആർദ്രത എന്നുള്ള വാക്ക്, അങ്ങനെയുള്ള നേതാക്കന്മാർ ഒരുപാട് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകണമെന്നാണ് ഞാൻ ഇന്ന് ആഗ്രഹിക്കുന്നത്. അപ്പയുടെ മരണശേഷമായിരിക്കാം, അപ്പ ജീവിച്ചിരുന്നപ്പോൾ ഇതൊന്നും എനിക്കൊരിക്കലും കണക്ട് ചെയ്യാൻ പറ്റിയിരുന്നോ എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇന്ന് ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ, അല്ല ആളുകൾക്കിടയിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ, സാമൂഹ്യ പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിക്കുമ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ഇമ്പോർട്ടൻസ് ഞാൻ മനസ്സിലാക്കുക. അപ്പയുടെ സ്വഭാവം, അപ്പ കാണിച്ചു തന്ന മാർഗം എന്താണെന്ന്, അതിൻ്റെ വില ഞാൻ ഇന്ന് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്. പക്ഷെ അതൊരു ഇൻഡിവിജ്വൽ ഒരിക്കലും ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. ഒരുപാട് പേര് സഹായത്തിന് വരാറുണ്ട്. കൂടുതലും മെഡിക്കൽ കേസ് വരുമ്പോഴാണ് ഞാനങ്ങ് മാനസികമായി ബുദ്ധിമുട്ടും. ഇന്നലെ തന്നെ ഒരു സംഭവം ഞാൻ പറയാം. ഇന്നലെ ഒരു വ്യക്തി 2 ദിവസമായിട്ട് എന്നെ വിളിച്ചുകൊണ്ടിരിക്കുവാണ്, അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ സിസ്റ്ററിന് വേണ്ടി. അപ്പം എന്തോ വലിയ സർജറി ചെയ്യണം. അപ്പം 30 വയസ്സായ ഒരു ലേഡിയാണ്, 2 കുഞ്ഞു പിള്ളേരുണ്ട്. സർജറി ചെയ്താൽ 50% ചാൻസ്. സർജറി ചെയ്തില്ലെങ്കിൽ അവർ മരിച്ചു പോകും. അപ്പം ആ ഒരു കണ്ടീഷനിലും അവരെങ്ങനെയോ പൈസ, എന്തോ 2 മേജർ സർജറീസാണ്, മെഡിക്കൽ കോളേജിലാണ്. അപ്പം അവരെങ്ങനെയൊക്കെയോ പൈസ ഉണ്ടാക്കി അവർ മെഡിക്കൽ കോളേജിൽ സർജറി കയറ്റി. സർജറി കയറിക്കഴിഞ്ഞപ്പോൾ അന്ന് രാവിലെ ആയപ്പം ഒരു 10,000 രൂപ കൂടെ കൊടുത്താലേ ഇപ്പോൾ സർജറി ചെയ്യത്തുള്ളെന്ന് പറഞ്ഞു. അപ്പം പെട്ടെന്ന് തന്നെ വിളിച്ചു. ആദ്യത്തെ 1-2 കോൾ ഞാൻ മിസ്സായിപ്പോയി. അപ്പോൾ ഞാൻ പിന്നെ തിരിച്ച് വിളിച്ച് പറഞ്ഞു, അത്യാവശ്യമായിട്ട് 10,000 രൂപ വേണം, ഇല്ലെങ്കിൽ സർജറി ചെയ്യത്തില്ല. അപ്പം ഞാൻ പറഞ്ഞു, അപ്പോൾ അവർ തന്നെ പറഞ്ഞു, ഞങ്ങൾ പൈസ തരാം, നിങ്ങൾ സർജറി ഇല്ല, അത് കിട്ടിയാലേ ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞു. പെട്ടെന്ന് വന്നപ്പോൾ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലായി. ഞാൻ പെട്ടെന്ന് വിചാരിച്ചു ഇവിടെ തിരുവനന്തപുരത്താ എന്ന് വിചാരിച്ചു, കോട്ടയത്താ. പിന്നെ അത് പെട്ടെന്ന് നമ്മളെ കൊണ്ടാകാവുന്ന വിധം 1-2 പേരോട് പറഞ്ഞ് അവിടെ എത്തിച്ചു കൊടുത്തു. പറഞ്ഞാൽ ഇതുപോലത്തെ കേസുകൾ ഒരുപാട് വരും, മനസ്സിലായോ? അപ്പം അത് നമുക്ക് ഒരു ഇൻഡിവിജ്വൽ എന്ന രീതിയിൽ നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന ഒരു ലിമിറ്റേഷൻസ് ഉണ്ട്. അതിനാളെ കണ്ടുപിടിക്കാൻ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം അതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് എന്നെ വളരെ ചിന്തയിലാഴ്ത്തുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതൊക്കെ അതിൻ്റെ ഒരു സൊല്യൂഷൻ ഉണ്ടോ എന്നും എനിക്കറിയത്തില്ല. ഈ മന്ന എന്ന് പറയുന്ന ഒരു സംഘടനയാണോ അതോ? അത് ട്രസ്റ്റാണ്. മന്ന 2012 ആരംഭിച്ചതാണ്. മന്നയും ഞാൻ പറയാം, മന്നയും ഇതുപോലൊരു നിയോഗം പോലെ എനിക്ക് മന്ന എന്നുള്ളൊരു വാക്ക് തന്നെ എൻ്റെ മനസ്സിൽ വന്നതാണ്. അതിങ്ങനെ തുടങ്ങണമെന്ന് പറഞ്ഞപ്പോൾ അപ്പ പറഞ്ഞ ഒരു കാര്യമേ ഉള്ളൂ, ഇതിന് വലിയ പബ്ലിസിറ്റി പാടില്ല, ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ ആര് വന്നാലും സഹായിക്കണം, സ്വന്തം പൈസ കൊണ്ട് സ്വന്തമായിട്ട് തന്നെ ഇത് മാനേജ് ചെയ്യണം, മറ്റൊരു വ്യക്തിയിൽ നിന്ന് എടുക്കരുത് എന്നുള്ളതായിരുന്നു അപ്പ പറഞ്ഞത്. അപ്പം ഈ അപ്പയുടെ മരണം വരെയും അങ്ങനെ തന്നെയായിരുന്നു, വളരെ ലോ പ്രൊഫൈലിലായിരുന്നു. വരുന്ന ഇതുപോലെ ആളുകളെങ്കിലും വരും, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ചെയ്തു, പലരെയും സഹായിച്ച് അങ്ങനെ പോയിട്ടുണ്ട്. അതിൽ എനിക്ക് സന്തോഷം തോന്നിയ ഒരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ദിവസം ഞാൻ ഇവിടെ ഈ സ്റ്റെപ്പ് ഞാൻ ഇറങ്ങിയിരുന്നു, അപ്പുറത്തെ ഓഫീസ് റൂം. അപ്പോൾ അപ്പ അവിടെ ഇരുന്ന് മോളേന്നെ വിളിക്കത്തുള്ളൂ, എല്ലാവരെയും അങ്ങനെയാ, മോളേന്ന് വിളിച്ചപ്പോൾ ഞാൻ അകത്തോട്ട് ചെന്നപ്പോൾ അവിടെ ഒരു വ്യക്തി നിപ്പുണ്ട്. ഈ കഥ പലയിടത്തും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ പറഞ്ഞു, ഇദ്ദേഹത്തിൻ്റെ മകൾക്ക് ഇന്ന് ഹോസ്റ്റൽ ഫീസ് കൊടുക്കണം, ഇന്ന് കൊടുത്തില്ലെങ്കിൽ ഹോസ്റ്റലിൽ നിന്ന് ഇറക്കി വിടും എന്ന് പറഞ്ഞു. മോൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു, അപ്പം ഞാൻ 2000 രൂപ തരാമെന്ന് പറഞ്ഞു. അപ്പം അവിടെ ഇരിക്കുക, ആ വ്യക്തി അവിടെ നിന്ന്. അപ്പം എന്നെ ഒന്നുകൂടെ നോക്കി. അപ്പം ഞാൻ പറഞ്ഞു, അപ്പം ഞാൻ 3000 രൂപ തരാമെന്ന് പറഞ്ഞു. അപ്പം പിന്നെ ഒന്നുകൂടെ നോക്കി. അപ്പം ഞാൻ 5000 രൂപ തരാം, അതിൽ കൂടുതൽ തരാൻ എനിക്കില്ല, പലർക്കും കൊടുക്കാറുണ്ട്. അപ്പം ചിരിച്ചു. എന്നാൽ അതെങ്കിൽ കൊണ്ടുപോരെന്ന് പറഞ്ഞു. ഞാൻ അപ്പം തന്നെ ചെക്ക് എഴുതി, മേളിപ്പോൾ എടുത്ത് ചെക്ക് എഴുതി അദ്ദേഹത്തിന് കൊടുത്തു. കുറേ വർഷങ്ങൾ കഴിഞ്ഞ് എവിടെയോ വെച്ച് കണ്ടപ്പോൾ എന്നെ വന്ന് പരിചയപ്പെട്ടു. അതെനിക്കൊന്ന് അപ്പയുടെ മരണശേഷം ഇവിടെ വന്നതാന്ന് തോന്നുന്നു. ഇതൊന്നും ഓർമ്മയുണ്ട്. പണ്ട് ഇതുപോലെ
എൻ്റെ മകൾക്ക് സാറ് പറഞ്ഞിട്ട് ഹോസ്റ്റൽ ഫീ തന്നായിരുന്നു. ഇന്ന് മകള് ജോലി ചെയ്യുകയാണ് ഇന്ത്യക്ക് വെളിയിൽ എവിടെയോ എന്നിങ്ങനെ പറഞ്ഞു. അത് ഭയങ്കര ഒരു അനുഭവം. അങ്ങനത്തെ ഈ പലരെയും ഇപ്പം മെലോഡിയിലാണെങ്കിലും ഞങ്ങൾ ഈ ചാരിറ്റി ഒരുപാട് എഡ്യൂക്കേഷൻ ഹെൽപ്പ് കൊടുക്കും. അങ്ങനെ കൊടുത്തവർ പിന്നെ വന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു സന്തോഷം തോന്നാറുണ്ട്. അങ്ങനത്തെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. അപ്പം ഈ മന്നയുടെ ഇങ്ങനെ ഈ ജേണി ഇങ്ങനെ തുടർന്ന് അപ്പയുടെ മരണശേഷമാണ് ഇതിന് ഇത്രയും ഒരു പബ്ലിസിറ്റി വന്നത്. നേരത്തെ പറഞ്ഞില്ല, അപ്പം ആരോഗ്യ മേഖലയ്ക്ക് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് മെഡിക്കൽ ക്യാമ്പുകൾ ഒരുപാട് ചെയ്യുന്നു. പിന്നെ അല്ലാത്ത തയ്യൽ മെഷീൻ വിതരണം, വീൽ ചെയർ, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ചെയ്ത് ഇതിനെ തന്നെ കുറച്ചുകൂടെ എല്ലാ സ്ഥലത്തും കേരളം അക്രോസ് കേരള നമുക്ക് ചെയ്യാൻ പറ്റണം. പിന്നെ പുതിയതായിട്ട് ചിന്തിക്കുന്നത് ഡ്രഗ്സിന് അഗെയിൻസ്റ്റ് ആയിട്ട് കുട്ടികൾക്ക് പറ്റുന്ന എന്തെങ്കിലും കാര്യങ്ങൾ. അപ്പോൾ അത് ഓരോ കാലഘട്ടത്തിന് അനുസരിച്ച് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണം. അപ്പം അങ്ങനെ ഒരു പദ്ധതിയുമായിട്ടാണ് മന്നയുടെ കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത്. ഉമ്മൻചാണ്ടിയുടെ സ്നേഹവും ഓർമ്മകളും ഒക്കെ ആയിട്ട് ഉമ്മൻചാണ്ടിയുടെ പാതയിൽ കൂടെ തന്നെ മുമ്പോട്ട് പോകാനായിട്ട് മറിയ ഉമ്മന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ ഇത്രയും സമയം വൈറ്റ്സ് ഓൺ ടിവിക്ക് വേണ്ടി ചെലവഴിച്ചതിൽ ഒരുപാട് നന്ദി. താങ്ക് യു.